ഹലോ, വെൽക്കം ബാക്ക് ടു ക്യൂട്ടിഫുൾ സ്റ്റോറീസ്. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗായിട്ട് എത്തിക്കുവാണേ. ഹായ്, സമയം ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. നമ്മൾ ചോറ്റാനിക്കരയിൽ നിർമ്മാല്യം തൊഴാൻ പോകാൻ വേണ്ടി പോകുന്നേക്കാണ്. വീഡിയോ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ വ്ളോഗ് അപ്ലോഡ് ചെയ്യാം. സോ ബാക്കി അമ്പലത്തിൽ വന്നതിന് ശേഷം ഊബർ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഒരുപാട് നാളിന് ശേഷമല്ലേ പോന്നെ. ഊബറിന് വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുവാണ്. നല്ല മഴ ചെറുതായിട്ട് ചാവുന്നുണ്ട്. കൂടെ നോക്കാനുള്ള മടി കാരണം കൂടെ നോക്കാതെ പോവാ. ഊബർ എത്തും കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ജേണി മാത്രമേ ഉള്ളൂ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക്. യൂഷ്വലി നമ്മൾ രാവിലെയാണ് പോകുന്നതെങ്കിൽ, ട്രാഫിക് ഇല്ലാത്ത സമയത്തെ കാര്യമാണ് കേട്ടോ ഈ 10 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. പോകുന്ന സമയമാണെങ്കിൽ വളരെ വേഗം നമ്മളെത്തും. ഞങ്ങൾ പോയ സമയത്ത് സത്യം പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് തിരിക്കുന്നിടം തൊട്ടിട്ടേ അമ്പലത്തിൽ എത്തുന്നിടം വരെയും ഏകദേശം നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ നിൽക്കുന്ന സമയത്തും അതെ. നിർമ്മാല്യം നമ്മൾ തൊഴാൻ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, ചൊവ്വാഴ്ചയും കൂടി ആയതുകൊണ്ട് ഒരുപാട് ആളുകളെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ടിട്ട് വളരെ കുറച്ച് പേരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വളരെ നന്നായിട്ട് നമുക്ക് നിർമ്മാല്യം തൊഴാൻ പറ്റി. ചോറ്റാനിക്കരമ്മയുടെ നിർമ്മാല്യം തൊഴുതിട്ട് നേരെ നമ്മൾ കീഴ്ക്കാവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു നടപ്പന്തലുണ്ടല്ലോ, അത് ചെന്നിറങ്ങുന്നത് കീഴ്ക്കാവിലേക്കാണ്. ഒരു വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയി നിർമ്മാല്യമൊക്കെ കണ്ട് തുടങ്ങുന്നൊരു ദിവസം ഒരു കംപ്ലീറ്റ്ലി ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഡേ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നിർമ്മാല്യമൊക്കെ നല്ല വൃത്തിക്ക് തൊഴുതു, സന്തോഷമായിട്ട് ബ്ലെസ്ഡായിട്ട് നമ്മൾ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തു. എനിവേ, ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വേഗം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കായിരുന്നു. ഊബർ ബുക്ക് ചെയ്ത് വേഗം നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ വന്നു. തിരിച്ച് നമ്മുടെ അമ്പലത്തിലോട്ട് പോകണം. പക്ഷേ അവിടെ ബാഗ് ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. സോ ഞങ്ങൾ വിചാരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് ബാഗ് വെച്ചിട്ട് അങ്ങോട്ട് പോകാന്ന്. അപ്പൊ ബാഗ് വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് അതിന്റെ ബാഗ് വെച്ചിട്ട് പോണം. വിളക്ക് കത്തിച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ അതിൻ്റെ അണയ്ക്കാം. തിരിച്ച് നമ്മൾ പൂർണ്ണത്രേശനെ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൂർണ്ണത്രേശൻ്റെ അവിടെ ഇപ്പം നട അടച്ചു കാണും. നടന്നു പോയല്ലോ. ഇതാണ് പൂർണ്ണത്രേശൻ്റെ അമ്പലം. നട അടച്ചേക്ക. അവിടെ ഏതോ അതിവിടെയാണോ?
അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇതൊരു യൂഷ്വൽ ഡേ അല്ല കേട്ടോ, നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെയല്ല. എന്തോ ഇന്ന് ഇങ്ങനെ തോന്നി, രാവിലെ നിർമ്മാല്യം തൊഴാൻ പോവാമെന്ന് തോന്നിയത് കൊണ്ടിട്ട് അങ്ങനെ പോയി. പിന്നെ നമ്മുടെ തൊട്ടടുത്താണ് പൂർണ്ണത്രേശ്വരൻ അമ്പലം, അവിടെയും പോയി. അവിടെ നിർമ്മാല്യം നമ്മൾ ചോറ്റാനിക്കര ഒരു 10 മിനിറ്റ് ദൂരത്തിലാണ് നമുക്ക്. പൂർണ്ണത്രേശ്വരൻ അമ്പലം വളരെ അടുത്താണ്. അപ്പോൾ അവിടെ നമ്മൾ പോയി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ നിർമ്മാല്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി കുറച്ച് കിച്ചൺ ഡ്യൂട്ടീസാണ് ഉള്ളത്. ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ വളരെ മിനിമലായിട്ടുള്ള ഫുഡുകളാണ്, അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ലഞ്ചോ കാര്യങ്ങളൊന്നുമല്ല, വളരെ മിനിമലായിട്ടുള്ള ഫുഡാണൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയൊക്കെ തീർന്നു. പിന്നെ എൻ്റെ വർക്കും കാര്യങ്ങളും, പിന്നെ നേരത്തെയൊക്കെ എടുത്ത് വെച്ച കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഡ്രസ്സ് ഇന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതെല്ലാം അതിൻ്റെ കുറച്ച് പരിപാടികളായിട്ട് ഇന്ന് കുറച്ച് ബിസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോറ് ഉച്ചക്കലത്തേക്ക് മാത്രമാണ് എടുക്കുന്നത്. രാത്രിയിലത്തേക്ക് നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, വളരെ എന്തെങ്കിലും ദോശ, ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അധികം കറികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ആ ഒരു പരിപാടിയോട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടീസ് എല്ലാം അങ്ങോട്ട് കഴിയും. അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. ഇവിടുത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം നമുക്കല്ല, ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ചീരയുടെ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം തോരാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് എൻ്റെ ഈ കണ്ണൊപ്പയിൽ ഒന്ന് വെച്ചു. ഇപ്പം പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ കാണുന്ന പച്ചക്കറി ഏതാണോ അത് വെച്ചിട്ട് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ചെയ്യാം. ഇന്നൊരു ചീര ഉപ്പേരി. ആക്ച്വലി ചീര ഉപ്പേരി എന്ന് പറയുന്ന സംഭവം ഞങ്ങളുടെ നാട്ടിലില്ല. ഹസ്ബൻഡിൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പം തൃശ്ശൂരുള്ള സ്റ്റൈലിലാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, വളരെ ഈസിയാണ്. നമ്മുടെ നാട്ടിലോട്ട് പോകുമ്പോഴാണ് ഇത് തോരൻ ആവുന്നത്. തോരൻ ആകുമ്പോൾ കുറച്ചുകൂടെ പരിപാടി കൂടുതലാണ്. തൃശ്ശൂർ ഫുഡ് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. കാര്യം പണി വളരെ കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചീരയുടെ ഉപ്പേരി ഉണ്ടാക്കണം, അത് മാത്രം ആണ്. പിന്നെ ഒരു മുട്ട പൊരിക്കണം. ചോറ് ഓൾറെഡി നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇത്രയുള്ള വേഗം തീർക്കാം. പുറത്താണെങ്കിൽ ഭയങ്കര മഴയാണ്. ഞാൻ പറയണ്ടായിരുന്നില്ലേ കുറേ കറികളൊന്നും ഉണ്ടാവില്ല പറഞ്ഞില്ലേ. ഇത് ഇവിടെ പതിവില്ലാത്തതാണ്. ഞാൻ ചീര ഉപ്പേരി ഉണ്ടാക്കിയപ്പം വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഒരു കിഴങ്ങിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി അത് വെച്ചുകൊണ്ട് നെയ്യുന്നത് ചീത്തയായിട്ടോ. ഞാനതെടുത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം വിചാരിച്ചിരിക്കണം. ലിജാണ് അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്തൊരു കറിയാണിത്. കറിയല്ല, മെഴുക്കുവരട്ടിയാണിത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിതുണ്ടാക്കാൻ വിചാരിച്ചു ഉണ്ടാക്കണം. ഇന്ന് പൊതുവെ ഒരു നല്ല മഴ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. കാര്യം രാവിലെ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അധികം കറികളൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പം ചീരപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ വളരെ ക്വാണ്ടിറ്റി കുറവ്. ഞാൻ വിചാരിച്ചു ഒരു കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും കൂടി ഉണ്ടാക്കാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിനോടെ കഴിക്കാൻ. അപ്പോൾ അതുകൂടി ഉണ്ടാക്കി. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടികളെല്ലാം തീർന്നു. പിന്നെ ക്ലീനിങ്ങിൻ്റെ കുറച്ച് പരിപാടികളും കൂടെ ബാക്കിയുണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ ജോബിലേക്ക് എനിക്ക് കാരണം എല്ലാം ഇടും. ധൈര്യം ഉണ്ടോ കമൻറ്റ് ചെയ്യാൻ?
താങ്ക് യു. ബൈ. സോ ഇനി നമുക്ക് പണികളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു, ക്ലീനിങ്ങും കഴിഞ്ഞു, എവറിത്തിങ് ഈസ് ഡൺ. എനിക്കിനി എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. 10 മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു 3:30 വരെ ഞാൻ അതിൽ എൻഗേജ്ഡാണ്. അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ ഇനി എഡിറ്റ് ചെയ്യാനുള്ളതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതും വരെ ബൈ ഫ്രം രാധിക.